ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പഠനം ഒരിക്കലും വഴിതെറ്റിപ്പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റത്തില്ല. ഇന്നും പല ഉദ്യോഗാർത്ഥികൾക്കും കൺഫ്യൂഷനാണ് ഏത് എക്സാമിന് ഫോക്കസ് ചെയ്താണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്. കുറച്ച് ആളുകൾ ഇപ്പോഴും ഡിഗ്രി ലെവൽ എക്സാംസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ XI അങ്ങനെയുള്ള എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുറേ ഉദ്യോഗാർത്ഥികളുണ്ട്. കുറച്ച് ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ അങ്ങനെയുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന കുറച്ച് ഉദ്യോഗാർത്ഥികൾ, അതായത് +2 ലെവൽ എക്സാംസ്, അതേപോലെ തന്നെ 10th ലെവൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് ഉദ്യോഗാർത്ഥികളുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ആളുകൾ മാത്രം എനിക്ക് ഏതാണോ പോസ്റ്റ് ആ പോസ്റ്റിലേക്ക് വേണ്ടി മാത്രമായിട്ട് പഠിക്കുന്ന കുറച്ച് ഉദ്യോഗാർത്ഥികളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് നിലവിലുള്ളത്. ഇന്നും ഉദ്യോഗാർത്ഥികൾക്ക് കൺഫ്യൂഷനാണ് എന്താണ് പഠിക്കേണ്ടത്, അതേപോലെ തന്നെ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റാങ്കിലേക്ക് വരാൻ പറ്റുമെന്നുള്ള കൺഫ്യൂഷനിൽ തന്നെ നിൽക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മൊത്തമായി കാണുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കാലിബർ എന്താണെന്നുള്ളത് നമ്മളാണ് തിരിച്ചറിയേണ്ടത്. LDC 2024 കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ പോരായ്മ എന്താണെന്നുള്ളത്. അത് ഇംഗ്ലീഷിലാണോ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് പോകുന്നത്, മാത്സിലാണോ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത്, അതേപോലെ തന്നെ മലയാളത്തിന് എനിക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, അതേപോലെ GK പോർഷനിൽ ഞാൻ എത്ര വരെ സ്കോർ ചെയ്തു, അങ്ങനെ ഓവറോൾ എടുത്തു കഴിയുമ്പോൾ ഞാൻ എത്ര മാർക്ക് നിലവിൽ വാങ്ങിയിട്ടുണ്ട് LD പോലുള്ള എക്സാമുകൾക്ക്, അതേപോലെ തന്നെ അങ്ങനെയുള്ള എക്സാമുകളിൽ ഞാൻ എത്ര നെഗറ്റീവ്സ് വരുത്തിയിട്ടുണ്ട്, അങ്ങനെയുള്ള വ്യക്തമായിട്ടൊരു ധാരണ ലഭിച്ച ഉദ്യോഗാർത്ഥി തന്നെയായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ആദ്യം തന്നെ നിങ്ങളുടെ കുറവുകൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്താണോ നിങ്ങളുടെ കാലിബർ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതിൽ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണിത്, നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് റിവിഷൻ ചെയ്ത് പെട്ടെന്ന് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കിടിലൻ എക്സാമാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ 2025. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം നിങ്ങളുടെ കയ്യിലുള്ള ദിവസങ്ങൾ, അതായത് ഏകദേശം ഒരു 150ഓളം ദിവസങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ആ ദിവസങ്ങളിൽ നിങ്ങൾ എത്രത്തോളം ഡെഡിക്കേറ്റ് ആയിട്ടാണോ പഠിക്കുന്നത് അതിൻ്റെ ഒരു റിസൾട്ടാണ് അടുത്ത ദിവസം നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. കാരണം കുറച്ച് നാളുകളായി നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് മക്കളെ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് വരുന്നത്, പഠിക്കാനായിട്ട് വരുന്നത്. നിങ്ങൾക്കറിയാം, അതായത് LDC വിളിച്ചു കഴിഞ്ഞ് ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ജൂലൈയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രിവാൻഡ്രം എക്സാം. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 1.5 വർഷമായി നമ്മൾ എന്നും പഠിച്ചുകൊണ്ടിരുന്ന സെയിം ടോപ്പിക്ക്, അതേപോലെ തന്നെ സെയിം കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് വീണ്ടും പഠിക്കേണ്ടത്. അത് നിങ്ങൾ എങ്ങനെയാണോ നന്നായി പഠിക്കുന്നത് അതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന എക്സാമിന് കിട്ടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യേണ്ട ഏറ്റവും വലിയ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്ന, അതായത് KS എക്സാമിനൊക്കെ വേണ്ടിയിട്ട് നിലവിൽ 31 ഒഴിവ് റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ കുറെ ഉദ്യോഗാർത്ഥികൾ എൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് നോക്കിയാലോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒരിക്കലും ഇതൊരു നെഗറ്റീവായിട്ടല്ല പറയുന്നത്. നമ്മൾ എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പഠനത്തിലേക്ക് ഇറങ്ങാനായിട്ട്. ചില ആളുകൾക്ക് നല്ല ഫിസിക്കലി സ്ട്രെങ്ത് ആണ്, അവരെ ഓക്കെ ആണെങ്കിൽ, അവരെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കലി സെറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പറയുന്ന കാറ്റഗറിപ്പെട്ട ജോബിലേക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുക, അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കുക, അത് ഫോക്കസ് ചെയ്യുക, പെട്ടെന്ന് അത് എന്ത് ചെയ്യുക, ആ ജോലിയിലേക്ക് കയറി പറ്റാനായിട്ട് നോക്കുക. ഇനി അങ്ങനെയുള്ള സംഭവങ്ങൾ ഓക്കെ അല്ലാത്ത ആളുകളാണെങ്കിൽ, ക്ലറിക്കൽ എക്സാംസ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന, അതായത് നിങ്ങളെ കൊണ്ട് ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഏത് പോർഷൻസ് വരുന്ന ഏത് എക്സാം ആണോ എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തി അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക. അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ 10ാം തര എക്സാമുകളിലെ ഏറ്റവും കിടിലൻ എക്സാം, ഏറ്റവും കൂടുതൽ ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്തേക്കണത് പഠിച്ച എക്സാം, ഏറ്റവും കൂടുതൽ റിവിഷൻ ചെയ്ത എക്സാം, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്ത എക്സാം, അതെല്ലാം ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന എക്സാമിൻ്റെ സെയിം സിലബസ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സാമിന് വേണ്ടി കിടിലമായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറയുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് വെറുതെ വന്ന് ഡയലോഗ് അടിച്ച് മാത്രം പോവല്ല. നിങ്ങൾക്ക് എന്താണോ പഠിക്കാനായിട്ട് വേണ്ട കാര്യങ്ങൾ, അതിൻ്റെ വ്യക്തമായിട്ടുള്ള സിലബസും അതിൻ്റെ ക്ലാസ്സുകളും അതിൻ്റെ PDF നോട്ടുകളും നിങ്ങൾക്ക് 10 പൈസ മുടക്കില്ലാതെ നമ്മുടെ യൂട്യൂബ് ചാനലും അതേപോലെ തന്നെ ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് നിലവിലെ കേരളത്തിൽ വെച്ച് ഏറ്റവും കിടിലൻ നോട്ട്സും
ഏറ്റവും കിടിലൻ ക്ലാസ്സുമായിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ വെറുതെ പറഞ്ഞ് ഒരിക്കലും ഞാൻ എന്താണ് നിങ്ങളെ എന്താണ് അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊന്നും പറയുന്നില്ല. വ്യക്തമായിട്ട് ഓരോ ക്ലാസ്സും സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ വിത്ത് റിവിഷൻ ഉൾപ്പെടെയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം, അതായത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന അതിൻ്റെ നിലവിൽ അപേക്ഷകരുടെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് നിലവിൽ അത്യാവശ്യം എന്നും ഏറ്റവും കൂടുതൽ അപേക്ഷകൾ വരുന്നത് തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. അത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കോഴിക്കോടാണ്. പിന്നെ വന്നത് കൊല്ലമാണ്. അതേപോലെ തന്നെ എന്താണ് പാലക്കാടുണ്ട്. അതേപോലെ തന്നെ എറണാകുളം, അങ്ങനെയൊക്കെ ജില്ലകളിലൊക്കെ മലപ്പുറമൊക്കെ അത്യാവശ്യം പാലക്കാടും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണമുണ്ട്. അപ്പോൾ ഏകദേശം നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 70-75 മാർക്കിലേക്കൊക്കെ നിങ്ങൾ എത്തുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റാങ്കിലേക്കൊക്കെ വരാനായിട്ട് പറ്റും. നമുക്ക് അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഒരൊറ്റ പോസ്റ്റാണ്. അതിലേക്ക് എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് എത്തുക. മക്കളെ, നിങ്ങൾ ഒറ്റ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഒരു എക്സാം എഴുതി അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വരിക, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അടുത്തൊരു എക്സാമിന് വേണ്ടി പഠിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിലവിൽ എന്താണോ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും പിന്നീട് നിങ്ങൾ ഒരു എക്സാം എഴുതുമ്പോൾ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കൈപ്പിടിയിൽ ഒരു ജോലിയുണ്ട്, ആ ജോലി എനിക്ക് എന്തായാലും കിട്ടും. ഇനിയുള്ളത് എന്താണ്, കിട്ടിയാലും കുഴപ്പമില്ല കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു ലെവലിൽ പോയിട്ടാണ് നമ്മൾ എക്സാം എഴുതുന്നത്. പക്ഷെ ആ ജോലി നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, നമുക്ക് അത്രത്തോളം കോൺഫിഡൻറ്റിൽ നമ്മൾ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ആ ഒരു 1.25 മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ലെവലിലേക്ക് എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എന്താണ് ഫുൾ കോൺഫിഡൻറ്റ് നിങ്ങൾ ഇരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾ വന്നിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾ പിന്നെ അങ്ങോട്ട് എല്ലാ റാങ്ക് ലിസ്റ്റുകളിലും വരാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആകപ്പാടെ ഒരൊറ്റ എക്സാം, പ്രിലിംസും ഇല്ല മെയിൻസും ഇല്ല, ആകെ ഒറ്റ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിലവിൽ ഇതേപോലെ തന്നെ അടുത്ത ദിവസം പ്രൊഫൈൽ മെസ്സേജ് വരും. അതിനുശേഷം സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ്, അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റ്, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഇന്റർവ്യൂ കാര്യങ്ങൾ കഴിഞ്ഞ് നിങ്ങൾക്ക് അഡ്വൈസ്, അപ്പോയിന്റ്മെന്റ് ലെറ്റർ, വേറെ ഒന്നുമില്ല. അതാണോ നല്ലത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ബാക്കിയുള്ള എക്സാം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ തന്നെ പ്രിലിംസ്, അത് കഴിഞ്ഞിട്ട് മെയിൻസ്, അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ, അല്ലെങ്കിൽ എന്താണ് പ്രിലിംസ്, അല്ലെങ്കിൽ എന്താണ് നിലവിൽ നേരെ ഒരു എക്സാം, അത് കഴിഞ്ഞിട്ട് എന്താണ് ഫിസിക്കല്, അത് കഴിഞ്ഞിട്ട് എന്താണ് വീണ്ടും എന്താണ് മെഡിക്കല്, അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കാളൊക്കെ കുറച്ചുകൂടി നല്ല ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും ഒന്നുകൂടി പഠിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഫുൾ കോൺഫിഡൻസിൽ തന്നെ, അതായത് പഠിക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തോ. ഇന്ന് നിലവിൽ 5 ക്ലാസ്സുകളാണ് നമുക്ക് വന്നിട്ടുള്ളൂ. അതേപോലെ 5 ക്ലാസ്സിൻ്റെ PDF നോട്ട് നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ക്ലാസ്സിൻ്റെ ലിങ്കും അതേപോലെ തന്നെ എന്താണ് ടെലഗ്രാമിലെ ലിങ്കും ഇട്ടേക്കാം. ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ പഠിക്കാനുള്ള ഒരു മനസ്സും അതേപോലെ തന്നെ കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. എന്നാൽ കഴിയുന്ന മാക്സിമം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓരോ ദിവസവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ക റിവിഷനും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പോകുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ബാക്കിയുള്ള എക്സാം എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പോൾ 10th ലെവൽ പ്രിലിംസ് കഴിഞ്ഞ ആളുകളായിരിക്കും. കുറേ പേര് ഏറ്റവും ഇനി എന്താണ് അവസാനമായിട്ട് വരുന്ന ഫെബ്രുവരി 8-ാം തീയതിയുള്ള എക്സാമാണ്. അപ്പോൾ ബാക്കി ഏകദേശം എന്താണ് 3 പ്രിലിംസ് കഴിഞ്ഞു. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഏകദേശം ഒരു 75 മാർക്കിന് മുകളിലേക്കുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, ആ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് നോക്കാം. അവർക്കും പഠിക്കേണ്ട സെയിം സിലബസ് എന്ന് പറയുന്നത് ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അതായത് നമ്മുടെ LDCയുടെ സിലബസ് സെയിം തന്നെയാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ അവർക്കും കൂടി എന്താണ് ഈ ക്ലാസ് യൂസ്ഫുൾ ആണ്. പിന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. നമ്മുടെ ഈ ASM എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി LGS, കമ്പനി ബോർഡ് LGS, യൂണിഫോം ജോബ്സ് ആയിട്ടുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ GK കാര്യങ്ങളും സയൻസും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതേപോലെ ആകെ സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രം അവർക്ക് എക്സ്ട്രാ പഠിച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കിടിലമായിട്ട് തന്നെയാണ് ഓരോ ദിവസവും ക്ലാസ്സും നോട്ടും കാര്യങ്ങളും എല്ലാമായിട്ട് പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക.
ഒരിക്കലും നിങ്ങൾക്ക് LDC എന്ന് പറയുന്ന എക്സാം കഴിഞ്ഞപ്പോൾ ഉള്ള ഒരവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഒന്നിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പഠിച്ചു പോവുക. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ സിലബസ് ഇത് നിങ്ങൾ പക്ക സെറ്റായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരുന്ന എല്ലാ എക്സാമുകളിലും നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. ഓക്കെ, കാരണം അത്രയും വലിയൊരു എന്താ പറയുക ഡീപ്പായിട്ടും അതേപോലെ തന്നെ സെറ്റായിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് LDയുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിലബസ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്ത് പോയ ഒരാളാണെങ്കിൽ ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന 75 ഹോട്ട് ടോപ്പിക്സ് ഉൾപ്പെടെ ക്ലാസ്സുകൾ ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്. 5 ദിവസത്തെ ക്ലാസ് ആണ് ആയിട്ടുള്ളൂ. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഒന്ന് പോവുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് പഠിക്കുക, എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.